കോവിഡ് എന്നുള്ളത് ഒരു മഹാമാരിയായി നമ്മളുടെ വ്യക്തികളുടെ ജീവിതത്തെയാണ് ബാധിച്ചതെങ്കിൽ സാമൂഹിക മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഒരു മഹാമാരിയായി തീർന്നിരിക്കുകയാണ് ഈ കുട്ടികളിലെ അക്രമവാസനയും ഒപ്പം ലഹരിയും ലഹളയും വേണ്ട എന്നാണ് റിപ്പോർട്ടർ TV എടുത്തിരിക്കുന്ന നിലപാട്. കേരളത്തിലെ ജനങ്ങളെല്ലാം എടുത്തിരിക്കുന്ന നിലപാട്. മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന എല്ലാ സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും എടുത്തിരിക്കുന്ന നിലപാട്. അതുകൊണ്ട് ഒരുമിച്ചു നിന്നു തന്നെ നമുക്ക് ഈ മഹാവിപത്തിനെ എതിരെ പോരാടണം. വില്യം ഗോൾഡിംഗ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ലോർഡ് ഓഫ് ദി ഫ്ലൈസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് ഇന്ന് രാമനുണ്ണി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു എഡിറ്റോറിയലിൽ. ആ പുസ്തകത്തിലെ ഒരു പ്രമേയം എന്ന് പറയുന്നത് വളരെ രസകരമാണ്. അതിലെ കഥാതന്തു എന്ന് പറയുന്നത് ഒരു യുദ്ധ പശ്ചാത്തലത്തിലാണ് ആ നോവൽ ഒരുങ്ങുന്നത്. ആ യുദ്ധ പശ്ചാത്തലത്തിൽ നിന്ന് അവിടെ നിന്നും രക്ഷപ്പെടുന്ന കുറച്ച് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വൈമാനികൻ തീരുമാനിക്കുന്നു. വിമാനത്തിൽ ഈ വിദ്യാർത്ഥികളുമായിട്ട് വൈമാനികൻ പോകുന്ന വഴിയിൽ വിമാനം തകർന്ന് വൈമാനികൻ മരിക്കുന്നു. വിദ്യാർത്ഥികൾ ഒരു സുന്ദരമായ ദ്വീപിൽ അകപ്പെടുകയാണ്. അവിടെ കാഴ്ചകൾ ഒരുപാടുണ്ട്, അവർക്ക് ആസ്വദിക്കാവുന്ന സാധ്യതകൾ ഒരുപാടുണ്ട്. പക്ഷേ യുദ്ധപശ്ചാത്തലത്തിൽ വന്ന ഈ വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാനോ എക്സ്പ്ലോർ ചെയ്യാനോ രക്ഷപ്പെടാനോ അല്ല ആഗ്രഹം. പരസ്പരം അവർ അവിടെ ഗ്യാങ് വാർ ഉണ്ടാക്കി പരസ്പരം തമ്മിൽ തല്ലുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കഥ നമുക്ക് നൽകുന്നൊരു മെസ്സേജാണ്. എന്നിട്ട് ഒടുവിൽ എന്ത് സംഭവിച്ചു? അതിലൊരു കുട്ടി മരിക്കുന്നുണ്ട് ആ ഗ്യാങ് വാറിൽ.